Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you are doing well. നമ്മുടെ ജീവിതത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും മാറും. As Jesus steps into our life, all of our circumstances will be turned away. ഒരു വലിയ ചേഞ്ച് നമുക്ക് കാണുവാൻ കഴിയും. We will be able to observe a great change in our lives. ആമേൻ. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ നന്മ കൊണ്ട് നിറയപ്പെടും. And we will be filled with blessings exceeding abundantly and above all that we can ask or think of. എഫേസ്യർ 3:20 പഠിക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയും. When we study Ephesians chapter 3 verse 20, we can see that. Somebody needs to hear this today. Your situation is not bigger than your God. ആരോ ഇന്ന് ഇത് കേൾക്കേണ്ട ആവശ്യകതയുണ്ട്. നിങ്ങളുടെ സാഹചര്യങ്ങൾ ദൈവത്തെക്കാൾ വലിയതല്ല. ആരോ ഇന്ന് ഈ വചനം കേൾക്കേണ്ടതായിട്ടുണ്ട്. There is someone who is supposed to listen to this word. നിങ്ങളുടെ സാഹചര്യം ദൈവത്തെക്കാൾ വലുതല്ല. Your circumstances or situations is not greater than the God you believe in. നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കുക, ദൈവത്തെ നോക്കുക. You need to look at your circumstances and you need to look at your God. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ ഒന്നുമില്ല. At that time you will know that your problems are not at all big. കർത്താവ് എന്നോട് പറയുന്നു, And the Lord is telling me, ആമേൻ, ഇന്ന് ഈ വചനം കേൾക്കുന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരു മേരിയുടെ ജീവിതത്തിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടക്കാൻ പോകും. in a Mary's life who is watching me from YouTube, a great change is coming as the work of God is happening in that person's life. നീ കടന്നു പോകുന്നത് ഒരു വലിയ ഭാരത്തിലൂടെയാണ്. You are going through a great burden. ആമേൻ. എന്നെ ആര് സഹായിക്കും? Who will help me? എന്റെ ജീവിതം മുഴുവൻ താറുമാറായിരിക്കുന്നു. Oh, my entire life is broken. ഞാൻ ഇല്ലാതായാൽ എന്റെ കുടുംബം, എന്റെ തലമുറ എന്താകും? If I'm no more, what will happen to my generation? എന്നാൽ കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പോകും. But the Lord is about to step into your life. അവൻ ജീവിതത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ As he takes a step into your life, everything change. എല്ലാം മാറി മറിയും. ആമേൻ. ഇന്ന് ഈ സമയം എല്ലാം മാറി മറിയാൻ പോകും. Oh, today in this time everything is going to change. നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകൾ, All the storms in your life, യുദ്ധങ്ങൾ, all the battles, ഹൃദയത്തിന്റെ തകർച്ചകൾ, oh, brokenness of the heart, നിങ്ങളുടെ ഫിനാൻസ് ക്രൈസിസ്, oh, your financial crisis, നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല. it's not the end of your life. ഈ പ്രശ്നങ്ങൾ These problems നമ്മുടെ ജീവിതത്തിന്റെ ബ്രേക്ക് ത്രൂവിലെത്തിക്കുന്നു. will take us to the breakthrough of our lives. നിങ്ങളുടെ ജീവിതത്തിൽ വന്ന പ്രശ്നങ്ങൾ ആമേൻ ബ്രേക്ക് ത്രൂവിലെത്തിക്കുന്നു. All the problems that are brought about in your life will take you to the breakthrough in your life. നമ്മുടെ ഭാരതം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. Our nation India is going to be blessed. യേശു ഭാരതത്തിലേക്ക് കണ്ണു തുറക്കുമ്പോൾ, Oh, Jesus is watching over India. യേശു നമ്മുടെ ഭാരതത്തിൽ കാല് വയ്ക്കുമ്പോൾ, As Jesus takes a step into India, നമ്മുടെ ജീവിതം മുഴുവൻ ഭാരതത്തിന്റെ മാറുന്നു. oh, the entire life of India is going to change. നിങ്ങളുടെ ജോലി സ്ഥലത്തേക്ക് യേശു സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോൾ, Oh, as Jesus steps into your workplace, നിങ്ങളുടെ ജോലി സ്ഥലത്തെ സാഹചര്യം മാറുന്നു. the circumstances in your workplace is going to change. നിങ്ങളുടെ ഭാരമേറിയ വിഷയത്തിന്മേൽ യേശു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ, Oh, as Jesus takes a step into your burdensome situation, നിങ്ങളുടെ സാഹചര്യം മാറും. your circumstances are going to change. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഈ വചനം ഓർത്തുകൊള്ളുക, നിങ്ങളുടെ സാഹചര്യം മാറാൻ പോകും. All those who are listening to me, let me tell you, your circumstances are going to change. When God steps in, everything change. Oh, ദൈവം കടന്നു വരുമ്പോൾ സകലവും മാറി മറിയും. എല്ലാം മാറി മറിയും. Everything is going to change. പത്രോസിന്റെ ജീവിതത്തിൽ യേശു വന്നപ്പോൾ, As Jesus stepped into the life of Peter, ഒരു ബിഗ് സീറോയിൽ നിൽക്കുകയായിരുന്നു. he was a big zero at that എന്നാൽ time, അവന്റെ ജീവിതം മുഴുവൻ മാറി മറിഞ്ഞു. but his entire life was turned around. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. I'm going to pray for you. നിങ്ങളുടെ ജീവിതം മാറി മറിയാൻ പോകും. Your life is going to turn around. യേശുവേ, Jesus, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ജനം right now the people who are listening to your word, വിടുവിക്കപ്പെടട്ടെ. let them be delivered. അവരുടെ ജീവിതം മാറി മറിയട്ടെ. Let their lives turn around, Lord. അവർ ക്രിസ്തുവിനായി ജീവിക്കട്ടെ. Let them live for Christ. അത്ഭുതം ചെയ്യണമേ. Lord, do a miracle. ആമേൻ. Amen. യേശു നിങ്ങളിലേക്ക് വരുമ്പോൾ, As Jesus comes into you, നിങ്ങളുടെ പ്രശ്നം എത്ര വലുതാണെങ്കിലും no matter how big of a problem you have, അത് മുഴുവനും മാറി മറിയുന്നു. all of it is going to be turned away. ഈ വചനം സ്വീകരിക്കൂ.
You need to receive this word. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God will bless you. ജനുവരി 26 January 26th, നമ്മുടെ ഭാരതത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. we are praying for the blessing of our nation India. നമുക്കൊരുമിച്ച് കൈകോർക്കാം. Let's hold hands together in prayer. ആ യൂണിറ്റിയിൽ കടന്നു വരിക. Let's come together united. ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ഉണ്ടാകും. A great blessing of the Lord will happen. ആരും ഡിലേ ആകരുത്. No one should delay. കൃത്യം 6 മണിക്ക് വെളുപ്പിനെ എത്തണം. You need to be right on time at 6 in the morning. വൈകിട്ട് 6 മണി വരെ It's till evening 6. ഒരു നോൺ സ്റ്റോപ്പ് പ്രയർ. There is a non-stop prayer happening. Come and see. One the mean. God bless you. Love you.